ശ്രീരാമം ഭൂയോർഭൂയോർനമാമ്യഹം. ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഹരി ഓം. അഭിഷേക ആരംഭഭാഗം. ശ്രീനാരദനോട് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു, യാതുധാതാന്വയനാശം ഒക്കെ ഞാൻ വരുത്തുന്നതാണ്. മറുവശത്തേക്ക് ക്യാമറ പോകുമ്പോൾ നാം കാണുന്നത് അഭിഷേകത്തിന്റെ ആരംഭം. ഭരതശത്രുഘ്നന്മാർ മാതുലിനെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്ന സമയമാണ്. അവർ വരാനൊന്നും കാത്തിരിക്കേണ്ട, പെട്ടെന്ന് അഭിഷേകം നടത്താം എന്ന് ദശരഥൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ടായിരുന്നു. എന്തായാലും എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. വസിഷ്ഠൻ അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റിനനുസരിച്ച് ഒക്കെ എല്ലാം തയ്യാറാക്കി. വസിഷ്ഠനാണ് ചെന്നിട്ട് ശ്രീരാമചന്ദ്രനോട് ഈ വിവരം പറയുന്നത്. അപ്പോൾ നാരദ മഹർഷി ചെന്നപ്പോൾ ശ്രീരാമൻ പറഞ്ഞതുപോലെ ചില വാക്കുകളൊക്കെ പറഞ്ഞു. പുണ്യവാനായേൻ അടിയൻ അതീവ കേൾ ഇന്ന് പാദോദകതീർത്ഥം ധരിക്കയാൽ. അപ്പൊ വസിഷ്ഠനും അതുപോലെ പറഞ്ഞു. നന്ന് നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ ധൃവാത്മജ ത്വൽപാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയം ധന്യനായിടിനാൻ. മഹാദേവനെയാണ് അവിടെ ദർപ്പകവൈരി എന്ന് സൂചിപ്പിച്ചത്. ത്വൽപാദതീർത്ഥ വിശുദ്ധനായി വന്നിതോ മൽപിതാമായ വിരിഞ്ചനും ഭൂപതി. ബ്രഹ്മാദി മഹേശ്വരന്മാർക്ക് പോലും പൂജനീയനായ ഭഗവാനെ, ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥമത്ഭുത വിക്രമ ചൊന്നത് നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നതോ നിന്നെ ഞാൻ ഇന്നവനാകുന്നതും ഇന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചിതു നിശ്ചയം. ആരാണെന്ന് നിനക്ക് എനിക്ക് മനസ്സിലായി. എന്താ സൂചിപ്പിക്കുന്നത്? ഭഗവത് തത്വത്തെ അറിഞ്ഞ ഒരാള് ബ്രഹ്മൈവ ഭവതി നമ്മൾ സൂചിപ്പിച്ചു. അതിനെ സൂചിപ്പിച്ച് നമുക്ക് എന്ത് പറയാം? തത്വവിത് തത്വൈക ഭവതി. തത്വം അറിഞ്ഞയാള് സ്വയം ആ തത്വം ആയിത്തീരുന്നു. ഇതാണ് സനാതനധർമ്മത്തിലെ നമ്മുടെ ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്ത് വേറെ ഒരു ധർമ്മശാസ്ത്രത്തിലും ആ ഈശ്വരനെ അറിയുന്നയാൾ സ്വയം ഈശ്വരനാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. ഇന്നലെ നമ്മൾ പറഞ്ഞു, സർവജ്ഞത്വം, സർവവ്യാപകത്വം, സർവശക്തിത്വം ഒക്കെ പറയുന്നുണ്ടെങ്കിലും സർവാത്മകത്വം സൂചിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു തത്വശാസ്ത്രം നമ്മുടെ സനാതനധർമ്മമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് മറ്റൊരു തത്വം യുണീക്ക്നെസ്, ഒരു പ്രത്യേകത, അതുല്യത സൂചിപ്പിക്കുന്നത്. ഭഗവത് പദം എന്ന് പറയുന്നത് മാറ്റി നിർത്താനുള്ള ഒന്നല്ല, നമുക്ക് എത്തിച്ചേരാനുള്ളതാണ് എന്ന് സൂചിപ്പിക്കും. തത്വം തത്വവിദ് ഏകാത്മാ ജന്മ മൃത്യു ജരാധിക എന്നൊക്കെ ഭഗവാന്റെ സഹസ്രനാമത്തിൽ നമ്മൾ കാണും. തത്വവും തത്വവിദും എല്ലാം ഒന്ന് തന്നെയാകുന്നു. ആ തത്വം അറിയുന്നത് വരെയാണ് ഞാൻ വേറെ ഭഗവാൻ വേറെ എന്നുള്ള ഭാവം. തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹനുമാൻ സ്വാമിയുടെ പ്രസിദ്ധമായ ഒരു വാചകം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പദ്യരൂപത്തിൽ. ഞാൻ ആരെന്ന് രാമചന്ദ്രസ്വാമി ഹനുമാൻ സ്വാമിയോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ദേഹബുദ്ധ്യാതുദാസോഹം ജീവബുദ്ധ്യാ ത്വദംശക ആത്മബുദ്ധ്യാ ത്വമേവാഹം ഇതിമേ നിശ്ചിതാ മതി. ദേഹബുദ്ധ്യാതു
ദാസോഹം. ദേഹത്തിന്റെ ബുദ്ധി 3 ആംഗിളിൽ നിന്നുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. ദേഹബുദ്ധിയുടെ തലത്തിൽ ഞാൻ അങ്ങയുടെ ദാസനാണ്. ജീവബുദ്ധിയുടെ തലത്തിൽ ഞാൻ അങ്ങയുടെ അംശമാണ്. കാരണം ജീവാത്മാവിന്റെ എന്ന് പറയുന്നത് പരമാത്മാവിന്റെ അംശം എന്ന് സൂചിപ്പിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അംശി ബന്ധമാണ്. പിന്നെയോ ആത്മബുദ്ധ്യാ ത്വമേവാഹം. ആത്മബുദ്ധിയിലോ ത്വം ഏവ അഹം. അങ്ങ് തന്നെയാണ് ഞാൻ തന്നെയാണ് അങ്ങ്. ഇതാണ് എൻ്റെ ഉറച്ച തീരുമാനം. ഏഷാമനീഷാമമ. ഇതാണ് എൻ്റെ ഉറച്ച തീരുമാനം. അപ്പൊ ഇത് മനസ്സിലാക്കുന്നത് വരെ ഈ ഒരു കാര്യമുള്ളൂ. അതാണ് ഇവിടെ. അത് മനസ്സിലാക്കിയ വസിഷ്ഠ മഹർഷിയാണ് ഭഗവാനോട് പറയുന്നത്, ആരാണ് എന്നെനിക്ക് ഇത് മനസ്സിലായ നന്നായിട്ട് ഉറപ്പ് വന്ന ഒരാളിന് മാത്രമേ ഇത് പറയാൻ കഴിയുള്ളൂ. ഭഗവാനെ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ആ കാര്യങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞ് സൂചിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗത് ഹിതാർത്ഥം പ്രഭു. അവിടെ ജഗത് ഹിതാർത്ഥം എന്ന് വായിക്കരുത് ദയവ് ചെയ്ത്, ജഗത് ഹിതാർത്ഥം എന്ന് തന്നെ വായിക്കണം. പുസ്തകം കണ്ടവർ ശ്രദ്ധിക്കുക, അല്ലാത്തവർ വിട്ടുകൊള്ളു. യുദ്ധ എന്നാണ് അവിടെ എഴുതുന്നത്, പക്ഷെ വായിക്കുമ്പോൾ ജഗത് ഹിതാർത്ഥം എന്ന് വായിക്കണം. ആ യുദ്ധ അവിടെ സന്ധ്യയുടെ ഇതുകൊണ്ട് മാത്രം വന്നതാണ്. അതുകൊണ്ട് എന്ത് വേണം? ഭഗവാനെ അങ്ങ് സാങ്കേതികമായിട്ട് ഞാൻ ഗുരുവുമാണ്, അങ്ങ് ശിഷ്യനുമാണ്. പക്ഷെ താത്വിക ദൃഷ്ടിയിൽ അങ്ങ് ഭഗവാനാണ്, ഞാൻ വെറും ആചാര്യൻ മാത്രമാണ്. ഇതൊക്കെ സൂചിപ്പിച്ചു. എന്നിട്ടോ സർവേഷു അഗോചരനായി അന്തര്യാമിയായി സർവജഗത് യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം. ഇതൊക്കെ ആ വാക്കുകൾ അറിയാൻ വയ്യെങ്കിൽ ശരിയായ രീതിയിൽ വായിക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. അല്ലേ? സർവേഷു അഗോചരനായി, അല്ലെങ്കിൽ സർവേഷു അഗോചരനായി എന്ന് വായിക്കുന്നത്. സർവേഷു അഗോചരനായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഷയത്തെ കൊണ്ടും ഒരു ഇന്ദ്രിയത്തെ കൊണ്ടും മനസ്സിലാക്കാനൊക്കാത്ത ഭഗവത് തത്വമാണ്. അതുകൊണ്ട് സർവേഷു അഗോചരം. വാചാം അഗോചരം. അർത്ഥം അറിയാത്തപ്പോൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വാചാമ ഗോചരം. വാചാം അഗോചരമാണ്. അഗോചരം എന്ന് പറഞ്ഞാൽ അതിന് വിഷയമാവാത്തത്. വാചാം അഗോചരം, വാക്കിന് വിഷയമാവാത്തത്. അപ്പൊ ഇവിടെ എന്താ സൂചിപ്പിച്ച? സർവേഷു അഗോചരനായി അന്തര്യാമിയായി സമസ്ത ഭൂതങ്ങളിലും ആത്മസ്വരൂപേണ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ, അതാണ് സർവേഷു. പക്ഷേ അഗോചരനായാണ്, ഹൃഷീകേശനാണ്, അധോക്ഷജനാണ്. ഈ നാമങ്ങളൊക്കെ നമ്മൾ സഹസ്രനാമത്തിൽ കാണുന്നുണ്ട്. എങ്ങനെയാ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്? അന്തര്യാമിയായിട്ട് സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ട് അതേയൊക്കെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യം. പിന്നെയോ സർവ ജഗദ്യന്ത്രവാഹകനായ നീ. വായിക്കുന്ന ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ സർവ ജഗത് യന്ത്രവാഹകനായ നീ. ഈ ജഗത്താകുന്ന യന്ത്രത്തെ തിരിക്കുന്ന യന്ത്രി, ടെക്നീഷ്യനാണ് ഭഗവാൻ. സർവജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ. നിജ അധീന സംഭവനായുടൻ. നേരത്തെ നമ്മൾ പറഞ്ഞു, സാധാരണ ജീവന്മാരൊക്കെ അവരവരുടെ കർമ്മവാസന പ്രേരിതരായിട്ട് അവശന്മാരായിട്ട് ഹെൽപ്ലെസ് ആയിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ഭഗവാനോ നിജകർമാധീനനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പിന്നെ ഭൂമിദേവി അപേക്ഷിച്ചു, ബ്രഹ്മാവ് അപേക്ഷിച്ചു എന്നൊക്കെ പറയുന്ന ഒരു നിമിത്തം മാത്രം. ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? തഥാ ആത്മാനം അഹം സൃജാമി. ഞാൻ എപ്പോൾ വേണമെന്ന് വിചാരിക്കുന്നുവോ അപ്പോൾ അത് സംഭവിക്കുന്നു. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. പിന്നെ ഇവർ ചോദിച്ചു എന്നും പറഞ്ഞു എന്നൊക്കെയുള്ള അതിനൊരു നിമിത്തം മാത്രം, ഒരു തമാശന്. അങ്ങനെയും കിടന്നോട്ടെ, അവർ ചോദിച്ചത് കൊണ്ടാണ്
ഞാൻ ജനിച്ചത് ഇരുന്നു കേട്ടോ. അവർക്കൊരു സന്തോഷം, കാക്കയ്ക്കൊരു സന്തോഷം. കാക്ക വന്നിരുന്നത് കൊണ്ടാണ് പനമ്പഴം വീണത്. കാക്ക വന്നില്ലെങ്കിലും പനമ്പഴം വീഴുമായിരുന്നു. പക്ഷെ കാക്കയ്ക്കൊരു സന്തോഷം, എന്ത്, ഞാൻ വന്നിരുന്നപ്പോൾ എന്ന് പറയുന്നതിൻ്റെ വേറൊരു രൂപത്തിൽ ഭഗവാൻ എങ്ങനെയാണ് ജനിക്കുന്നത്? നിജാധീന സംഭവനായുടൻ. നല്ല വാക്കുകളാണ്, ആസ്വദിക്കാൻ കഴിയട്ടെ. നാരായണ. മർത്യവേഷേണ ദശരഥപുത്രനായ പൃഥ്വീതലെ യോഗമായ ജാതനാമെന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു. ഞാൻ എന്നോട് ദാതാവ് താനൊരു ചെയ്യാലെന്നറിഞ്ഞത്രേ സൂര്യാന്വയത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഈ സൂര്യാന്വയത്തിന് എന്ന് പറഞ്ഞത് അവിടെ സൂര്യവംശത്തിന് ഞാൻ ആചാര്യനായിട്ട് ഇത്രയും കാലം ഇവിടെ ഇരുന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ ഈ വംശത്തിൽ അവതരിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞ് ഭഗവാന്റെ വരവും കാത്ത് ഇരിക്കുകയായിരുന്നു ഞാൻ. എന്തിന്? ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ച് നിന്ദ്യമായുള്ളത് ചെയ്താൽ ഒടുക്കത്ത് നന്നായി വരികിലതും പിഴയല്ലല്ലോ. നിന്ദ്യമായുള്ള പുരോഹിത കർമ്മമൊക്കെ ഞാൻ ചെയ്തത് ഇതിനു വേണ്ടിയിട്ട് ആയിരുന്നു. അപ്പോൾ പൗരോഹിത്യം അത്ര സുഖമുള്ള കർമ്മമല്ല എന്നവിടെ സൂചിപ്പിച്ചു. ഇന്ന് സഫലമായി വന്നു മനോരഥം, ഒന്നപേക്ഷിക്കുന്നതുണ്ട് ഞാൻ ഇനിയും. യോഗേശതേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായികമാം. ആ പദവിയിലെത്തിയ ആചാര്യന്മാർ പോലും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഭഗവാനെ അവിടുത്തെ മായ മോഹിപ്പിക്കാതെ ഇരിക്കട്ടെ. ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹമെന്ന വഴി. നേരത്തെ നമ്മൾ അനുസ്മരിച്ചതാണത്. ചേതസ്സിനെ വിമോഹിപ്പിക്കുന്ന മായ എന്നെ മോഹിപ്പിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന. മഹാത്മാക്കൾ ജ്ഞാനത്തിന്റെ മാർഗത്തിൽ വന്നവർക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാനുണ്ടാവില്ല എന്നർത്ഥം. പിന്നെന്താ? ഒരേ ഒരു പ്രാർത്ഥന, എന്ത്? ഈ മായയുടെ പിടിയിൽ പെടാതിരിക്കട്ടെ എന്നർത്ഥം. ആ പദവിയിൽ എത്തിയിട്ട് മായയുടെ കളി കാണാൻ ഒരാൾ ആഗ്രഹിച്ചു. ആരെ? മാർക്കണ്ഡേയൻ. ശ്രീമദ് ഭാഗവത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നു മാർക്കണ്ഡേയ ചരിതം. ഒന്നും വേണ്ട, ഒരാഗ്രഹമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സാക്ഷാൽ ശ്രീപരമേശ്വരനും പാർവതീദേവിയും കൂടി ചെന്നിട്ട് അനുഗ്രഹിക്കാൻ ചെന്നത്. അങ്ങോട്ട് ചെന്നു അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അതാണ് മഹാത്മാക്കളുടെ ഗുണം. അവരെ അന്വേഷിച്ച് ഭഗവാൻ അങ്ങോട്ട് ചെല്ലുന്നു അനുഗ്രഹിക്കാൻ. ഒടുവിലെന്ത് പറഞ്ഞു? മായ എന്താന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഒന്നറിഞ്ഞാലോ? ബാക്കി കഥകളൊക്കെ നമുക്ക് അറിയാമെന്നർത്ഥം. അപ്പൊ ഇവിടെ മായ മോഹിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആചാര്യ നിഷ്കൃതികാമൻ ഭവാനെങ്കിലാശയം മായ മോഹിപ്പിയായിമേ. ആചാര നിഷ്കൃതികാമൻ, ആചാര്യനായിട്ടിരിക്കുന്ന എനിക്ക് വല്ലതും തരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ വേണം മനസ്സിലാക്കാം. അതിനെ ഒരു ഉപകാരം ചെയ്താൽ വേണ്ടതില്ല. എന്ത്? മായയാ മോഹിപ്പിയായിമേ. ഇപ്പൊ സ്ഥാനമനുസരിച്ച് ഞാൻ ആചാര്യനാണല്ലോ, അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണയൊക്കെ തരണ്ടേ? ഞാൻ വേറെ ദക്ഷിണയൊന്നും ചോദിക്കുന്നില്ല ഭഗവാനെ. അങ്ങയുടെ മായ എന്നെ മോഹിപ്പിക്കാതിരിക്കട്ടെ. ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിതം അപ്രവക്തവ്യം മയാ രാമകുത്രജിൽ. ത്വൽപ്രസംഗാൽ, അവിടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രഭാഷണം എന്നല്ല അർത്ഥം. പിന്നെന്താണ്? പ്രകർഷേണ സംഘം എന്നാണ്. സംഘം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒട്ടല്, ചേർച്ച. അപ്പോൾ ഭഗവാനുമായിട്ടുള്ള പ്രകൃഷ്ടമായ സംഘം കൊണ്ട് എന്ത് വേണം? സർവമുക്തം. സർവമുക്തം എന്ന് പറഞ്ഞാൽ സർവത്തിൽ നിന്ന് മുക്തമായത് എന്നെടുക്കാം. വേണമെങ്കിൽ സംസ്കൃതത്തിന്റെ പ്രത്യേകത സർവം ഉക്തം എന്ന് വേണമെങ്കിൽ എടുക്കാവുന്ന. ഉക്തം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത്. സർവം ഉക്തം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുത്തെ സംഘം കൊണ്ട് എനിക്കെല്ലാം മനസ്സിലായി എന്നത്. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഭാഷയുടെ പ്രത്യേകത നോക്കൂ. സർവമുക്തം ഇപ്പോൾ ഇതം അപ്രവക്തവ്യം. പ്രവക്തവ്യം പറയേണ്ടത്, അപ്രവക്തവ്യം
പറയേണ്ടാത്തത്. ഇപ്പൊ ഭഗവാന്റെ മുമ്പിൽ നിന്ന് അത് പറയേണ്ട ആവശ്യമില്ല. കാരണം സർവാന്തര്യാമിയായ സർവജ്ഞനായ ഭഗവാന് അറിയാവുന്നതേ ഉള്ളൂ. ഇനി ബാക്കി കാര്യം അങ്ങോട്ട് പറയുന്നു. ഇതൊക്കെ വേണം. എന്നിട്ട് അവിടെ ഭഗവാൻ ചിന്തിക്കുന്ന ഒരു ഭാഗം, അവിടെയാണ് ചില സംശയങ്ങളുടെ സൂചന ഉള്ളതുപോലെ ദുർബുദ്ധികൾക്ക് വ്യാഖ്യാനിക്കാവുന്നത്. എഴുത്തച്ഛൻ എന്തിനാണ് അങ്ങനെ എഴുതിയതെന്നുള്ളത് എഴുത്തച്ഛനോട് തന്നെ ചോദിച്ചറിയണം. എന്താ എഴുതിയിരിക്കുന്നത്? മത്സരിപ്പാൻ ഇല്ലിതിന് നമ്മോടാരും. ശ്രീരാമൻ ചിന്തിച്ച അങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. എന്ത്? ശ്രീരാമനോട് ഇക്കാര്യത്തിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത് ആരാണ്? ഭരതനാണ് എന്ന്. അല്ലേ? ആ ഒരു കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കാവുന്ന ആരിൽ നിന്നാണ്? കൈകേയി പുത്രനായ അങ്ങനെ പറയണേ, വെറും ഭരതനല്ല, പിന്നെ കൈകേയി പുത്രനായ ഭരതനിൽ നിന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. ഇപ്പൊ ഏതായാലും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ. അപ്പൊ അച്ഛൻ ഇപ്പൊ തന്നെ ഇത് നടത്താമെന്ന് തീരുമാനിച്ചതിന്റെ പിന്നിൽ ഒരല്പം ഗൂഢോദ്ദേശമില്ലേ എന്ന് ശ്രീരാമന് സംശയമുള്ളതുപോലെ എഴുത്തച്ഛൻ സൂചിപ്പിച്ചിരിക്കുന്നു. മത്സരിപ്പാനിൽ ഇതിന് നമ്മോടാരും. ശരി, നടക്കട്ടെ. ഇപ്പൊ ഏതായാലും ഒരു മത്സരം വേണ്ട. അങ്ങനെയാണ് അഭിഷേകത്തിനൊക്കെ തയ്യാറെടുക്കുന്നു. കൗസല്യയ്ക്കും ചെറിയ എന്തോ ഒരു സംശയം കൗസല്യയുടെ വാക്കുകളിൽ സൂചിപ്പിക്കുന്നു. നാഥേ മഹാദേവി നീയേ തുണയെന്ന്. ദേവി പറഞ്ഞെന്താ? ഈ വലിയ പ്രാർത്ഥനയൊക്കെ വരുമ്പോ എന്തെങ്കിലും ഉള്ളിൽ ഇത്തിരി അല്ലേ, ഗുരുവായൂരപ്പാ എല്ലാം നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാ? നടക്കാനൊരു ചെറിയ തടസ്സമൊക്കെ പ്രതീക്ഷിക്കുമ്പോഴാ വലിയ വിളി വരുന്നത്. അല്ലെങ്കിൽ ഗുരുവായൂരപ്പാ എന്ന് മാത്രമേ വിളിക്കുള്ളൂ. ഇപ്പൊ നാഥേ മഹാദേവി നീയേ തുണയെന്ന്. താഴത്തെ കൂടെ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴേ ഇതിന്റെ ആശയം ശരിക്കും മനസ്സിലാകുള്ളൂ. നമ്മുടെ ദുർബുദ്ധി കൊണ്ട് തോന്നുന്നതായിരിക്കും ഭഗവാൻ ഇതൊക്കെ, അല്ലെ? അടുത്ത ലൈനെ നോക്കൂ. ദേവി പറയുന്നത് എന്ത് ഭാഗം? കാമിനി കൈകേയി ചിത്തമന്തീശ്വര. പെട്ടെന്ന് ശങ്ക തോന്നിയത് എവിടെയാണ്? കാമിനിയായ കൈകേയിയുടെ ചിത്തം എന്താണാവൂ. അപ്പൊ ഇത് മൂന്നും കൂടെ ഒന്ന് കൂട്ടി വായിക്കൂ. മത്സരിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞതും ഈ ദേവിയെ ഉറച്ചു വിളിച്ചതും കാമുകനല്ലോ നൃപതി ദശരഥൻ. കാമിനി കൈകേയി ചിത്തമന്തീശ്വര. ചെറിയൊരു ശങ്കയുടെ ഒരു കരിനിഴൽ അവിടെ വീശിയിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് എന്ത് വേണം? ഭഗവാനെ നല്ലവണ്ണം വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ലോകമാതാവേ സരസ്വതി ഭാരതിയൊക്കെ സൂചിപ്പിക്കുന്നു. ദേവകാര്യാർത്ഥമായിട്ട് സരസ്വതി ദേവിയോട് പ്രാർത്ഥിച്ചു. ദേവി പോയി മന്ധരയുടെ നാവിലിരുന്നു എന്നും ഒക്കെയാണ് പിന്നീട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ത്രിവക്രയാങ്കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നോരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. കൈകേയിയുടെ ഈ സദ്വാർത്ത പറയാൻ പോകുന്ന ആരാണ്? മന്ധരയാണ്. ത്രിവക്രയാം കുബ്ജ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? 3 വളവുണ്ട് എന്നർത്ഥം. ആ 3-നൊക്കെ വളരെ പ്രത്യേകതകളുണ്ട്. ആലോചിച്ച് കണ്ടുപിടിക്കുക. കുബ്ജ വളവുള്ള ദാസി എന്നർത്ഥം. ഈ ഒരു കുബ്ജയെ നമ്മൾ കണ്ടിട്ടുണ്ട് വേറെ ഭാഗവതത്തിൽ. എവിടെ? സുന്ദരീ സുന്ദര എന്നൊക്കെ വിളിച്ചതൊക്കെ ഓർമ്മ. കൂനോരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയതും നല്ലയാള് ഹരി നാരായണായ നമാം. അപ്പൊ മന്ധര കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. കൈകേയിക്ക് ചോദിച്ചു, എന്ത്? മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. അല്ലേ? എന്താണ് ഇവിടെയൊക്കെ ഇങ്ങനെ അലങ്കരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകേയിയോട് ഈ വിവരം പറഞ്ഞിരുന്നില്ല എന്ന് സ്പഷ്ടം. മുമ്പേ പറഞ്ഞ പോലെ അതിന്റെ കൂടെ ഇതും കൂടെ കൂട്ടി വായിച്ചോളൂ. രാജ്ഞിമാരിൽ പ്രമുഖയായ കൈകേയിയോട്
ആരും ഈ വിവരം പറഞ്ഞില്ല എന്ന് പറയുന്നെങ്കിൽ എന്തോ അല്പം ഒരു ദുറുണ്ടെന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റുണ്ടാന്ന് വിചാരിച്ചത്. ഇത് തീർച്ചയായിട്ടും ആദ്യം അറിയേണ്ടത് കൈകേയിയാണ്. കാരണം ദശരഥന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയും കൂടാണ്. അപ്പോഴാണ് പറഞ്ഞത് നാളികലോചനായ ശ്രീരാമന് നാളെ അഭിഷേകമൊക്കെ ഉണ്ടാണ്, നീ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് വലിയ സന്തോഷമായി. എന്ത് ചെയ്തു? ചാമീകര നൂപുരമൊക്കെ എടുത്ത് സമ്മാനമായിട്ടൊക്കെ അങ്ങോട്ട് കൊടുത്തു. അത് വാങ്ങിച്ച് കയ്യിൽ അങ്ങോട്ട് വെച്ചു, മടിക്കുത്തിൽ വെച്ചു എന്ന് വിചാരിക്കാൻ നമുക്ക്. അത് കഴിഞ്ഞിട്ടേ ബാക്കി പറയുന്നുള്ളൂ എന്നർത്ഥം. എന്ത് ഇതൊക്കെയാ അങ്ങോട്ട് പറയുന്നതെന്ന് ചോദിച്ചു. എന്താ ഇങ്ങനെയൊക്കെ പറയാൻ? ഏറിയോരാപത്ത് വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്ന് നിർണയം. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് കൈകേയിയെ ഇളക്കാൻ തുടങ്ങുന്നത് മന്ധര. അപ്പോഴും കൈകേയിക്ക് കാര്യം പിടികിട്ടുന്നില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം? എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല. അവനാണെങ്കിലും കൗസല്യ മാതാവിനേക്കാൾ ഏറ്റവും പ്രിയം എന്നോടാണ്. പിന്നെന്താണ് നീ ഇങ്ങനെയൊക്കെ പറയാൻ കാര്യം? പിന്നെ ആരാണ് ഭഗവാൻ രാമചന്ദ്രൻ? ആരാണ്? സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ, ശാന്തൻ, ദയാപരൻ. മമാത്മജൻ, താൻ പ്രസവിച്ചവൾ അല്ലെങ്കിൽ പോലും ശ്രീരാമചന്ദ്രനെ എങ്ങനെയാ വിശേഷിച്ചത്? മമാത്മജനാണ്, നിർവൈരമാനസനാണ്, യാതൊരു വൈരവും കൊണ്ട് നടക്കാത്തവനാണ്, ശാന്തനാണ്. ആർക്കാണ് ശാന്തത ഉണ്ടാകുക? ത്രിഗുണാതീതർക്ക് മാത്രമേ ശാന്തത ഉണ്ടാവുള്ളൂ. അപ്പൊ ത്രിഗുണാതീതനായ, ഗുണാതീതനായ, നിർഗുണനായ ഭഗവാന്റെ ഭാവത്തെ സൂചിപ്പിക്കുന്നു. ദയാപരൻ. ആർക്കാണ് ദയ ഉണ്ടാവുക? ദയ എപ്പോഴാണ് ഉണ്ടാവുക? മറ്റുള്ളവരോട് കാരുണ്യമുള്ളപ്പോൾ മാത്രമാണ് ദയ എന്നുള്ളത്. അപ്പോഴാണ് കൈകേയിയോട് മന്ധര അടുത്ത പ്രയോഗങ്ങളൊക്കെ നടപ്പാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഭരതനെ അയച്ച സമയം നോക്കിയിട്ട് ഇങ്ങനെ അഭിഷേകം നടത്തിയത്? ഇങ്ങനെ ശ്രീരാമനെ ഇപ്പൊ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ശ്രീരാമനോട് ഏറ്റവും അടുത്ത സുഹൃത്താരാണ്? ലക്ഷ്മണനാണ്. അപ്പൊ ലക്ഷ്മണന്റെ അമ്മയായ സുമിത്രയ്ക്ക് നല്ലൊരു സ്ഥാനമൊക്കെ കിട്ടും അല്ലേ? അപ്പൊ നീനക്കോ? നീ ഒരു ദാസിയായിട്ട് ഇങ്ങനെ കൗസല്യെ പരിചരിച്ച് ഇവിടെ കഴിയേണ്ടതായിട്ടൊക്കെ വരും. അല്ല, ചിലപ്പോ അങ്ങനെയല്ല, ഇവിടുന്ന് ആട്ടി പുറത്താക്കിയെന്നും വന്നൂടാഴികയില്ല. അതുകൊണ്ട് എന്ത് വേണം? സാപജ്ഞ ദുഃഖം സഹിച്ചുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുക തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ ആ വാക്കുകളുടെ ശക്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഉത്സാഹമുണ്ടെങ്കിൽ ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിമറിച്ചിട്ട് ത്വൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. നിനക്കൊരിത്തിരി ഒന്ന് മനസ്സ് വെച്ചാൽ നിന്റെ മകനെ തന്നെ രാജാവ് അഭിഷേകം ചെയ്യും. എന്താണ് അതിന് വഴി? അത് പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുര യുദ്ധത്തില് ദശരഥന്റെ രഥത്തിന്റെ കീലകം പോയപ്പോൾ കൈവിരൽ വെച്ച് കൈകേയി രക്ഷിച്ചതുകൊണ്ട് സന്തോഷം തോന്നിയ ദശരഥൻ 2 വരം കൊടുത്തിരുന്നു. അപ്പൊ 2 വിരൽ വെച്ചായിരിക്കും ചിലപ്പോൾ രക്ഷിച്ചത് എന്നത്. ഈ 2 വരം കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം, അല്ലെങ്കിൽ 1 വരം കൊടുത്താൽ പോരായിരുന്നു. അപ്പോൾ 2 വിരൽ വെച്ചായിരിക്കും ആ രഥത്തെ പിടിച്ചു നിർത്തിയത് എന്ന് വിചാരിക്കുക. എന്തായാലും വരം അപ്പോഴും സ്വീകരിച്ചില്ല. പിന്നെന്ത് ചെയ്തു? ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ. സംസ്കൃത വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ന്യസ്തം ഭവതി മയാ, മയാ ഭവതി ന്യസ്തം, എന്നാൽ അങ്ങയിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. എന്താ? ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ഞാനതവിടെ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലേ? കുറച്ച് കഴിയുമ്പോൾ ഞാനത് ആവശ്യമുള്ളപ്പം വാങ്ങിക്കാം. അപ്പോഴ് അങ്ങനെ ഒരു കണ്ടീഷൻ കിടപ്പുണ്ട്. ഞാനും ഇത് മറന്നു കിടക്കുകയായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ടാണ് ഇപ്പോ ഓർത്തു വന്നത്. എങ്ങനെ? ബലാൽ ഈശ്വരാജ്ഞയാ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാനിപ്പോ അത് ഓർത്തതാണ്. അതുകൊണ്ട് എന്ത് വേണം?
നിന്റെ ആഭരണങ്ങളും ഒക്കെ പൊട്ടിച്ചെറിഞ്ഞ് തലമുടിയൊക്കെ അഴിച്ചിട്ട് കരഞ്ഞുകൊണ്ട് മുഖമൊക്കെ ഒഴുക്കി ഇതാക്കിയിട്ട് പോയി അവിടെ എങ്ങാനും കിടന്നു. അവിടെയൊക്കെ പിന്നെ ബെഡ്റൂമിലൊന്നും കിടന്നാൽ ഇങ്ങനെ കിടന്ന് വൃത്തികേടാക്കരുത്. പിന്നെന്ത് വേണം? ക്രോധാലയം പ്രത്യേകമുണ്ട്. നമ്മുടെ അവിടെ നിന്നാണ് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ എവിടെയാ എല്ലാം കൂടെ ഒരു മുറിയിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? കോപാലയ ചിത്തമോഹേന കോപാലയം മേവിനാൾ. അവിടെ കയറി. അപ്പൊ വാക്കുകളൊക്കെ ഫലിച്ചു എന്നർത്ഥം. കൈകേയി പറഞ്ഞ പോലൊക്കെ ചെയ്തിട്ട് നേരെ കോപാലയത്തിലേക്ക് കയറി അവിടെ ചെന്ന് കടന്നു ഒരു പ്രതിജ്ഞ എടുത്തു. എന്ത്? രാഘവൻ കാനനത്തിന് പോവോളവും ഞാൻ ഇവിടെ കിടന്നീടുവൻ, അല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഉറപ്പിച്ചു. എന്ത്? രാമനെ കാട്ടിൽ വിടണം. ഭരതൻ രാജാവായാൽ മാത്രം പോരാ, പിന്നെ രാമനെ കാട്ടിൽ വിടും. എന്തിന് അതും കൂടെ ചോദിച്ചു. അല്ലെങ്കിൽ അവിടെ വലിയ ആഭ്യന്തര കലാപം ഉണ്ടാകും. എന്തുകൊണ്ട്? രാമനാണ് ആളുകൾക്ക് പ്രിയപ്പെട്ടവൻ. ആ രാമൻ ഇരിക്കെ ചെയ്ത് ഭരതനെ രാജാവാക്കിയാൽ രാമൻ നല്ലവനാണ്, ഭരതൻ മോശക്കാരനാണെന്നല്ല. പിന്നെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് രാമൻ തന്നെ വേണം. കാരണം മൂത്തപുത്രൻ ഏതെങ്കിലും അയോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ അടുത്തയാളിന് ചാൻസ് ഉള്ളൂ എന്നർത്ഥം. അല്ലേ? ധൃതരാഷ്ട്രർക്ക് പകരം പാണ്ഡു എന്തുകൊണ്ട് രാജാവായി? ധൃതരാഷ്ട്ര അന്ധനായിരുന്നു. അപ്പൊ ശ്രീരാമൻ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ നല്ല സുന്ദര കളയപരമായിട്ട് നിൽക്കുന്നു. പിന്നെ എന്തിന്? അതൊരു കാര്യം. രണ്ടാമത് പ്രജകൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അപ്പൊ ആ രാമനെ നാട്ടിൽ നിർത്തിക്കൊണ്ടിരുന്നാൽ ആഭ്യന്തര കലാപം ഉണ്ടാകും. അതുകൊണ്ട് എത്ര കൊല്ലത്തേക്ക് പറഞ്ഞു വിടണം? അതിന് 14 കൊല്ലം. അതാണ് നിയമം. എന്ത് നിയമം? 12 കൊല്ലം കഴിഞ്ഞാൽ ഇന്നും ടൈം ബാർ ആണ് എന്നർത്ഥം. ഇംഗ്ലീഷിൽ പറയുന്ന നിയമത്തിലെ വാക്ക് അതാണ്, ടൈം ബാർ. അതായത് ഒരു സുപ്രഭാതത്തിൽ ഒരാളിനെ കാണാനില്ല, 12 കൊല്ലം വരെ കാത്തിരുന്നാൽ മതി. 12 കൊല്ലം കഴിഞ്ഞാൽ ആള് മരിച്ചതിന് തുല്യമായിട്ട് നിയമം പ്രഖ്യാപിച്ചിട്ട് ഇടപാടുകളൊക്കെ സെറ്റിൽ ചെയ്യാമെന്നാണ് ഇന്നും ഉള്ള നിയമം. എന്നാൽ പിന്നെ 12 എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. ഈ 14 എന്തിനാ പറഞ്ഞത്? ഒരു പ്ലസ് ഓർ മൈനസ് കിടക്കുന്നത് എപ്പോഴും ഒരു കൃത്യം കൊണ്ടുവച്ചാൽ ചിലപ്പം വല്ലതും സംഭവിച്ചാലും ഇരിക്കട്ടെ ഒരു 2 കൊല്ലം. ഈ 14 കൊല്ലത്തിന്റെ കാര്യം ആരോടാണ് ആദ്യം സൂചിപ്പിക്കുന്നത്? എല്ലാവരും രാമായണം വായിക്കുന്നവരാണല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോഴാണ് അങ്ങനെ ആലോചിച്ചതല്ലേ? ആരോട് പറയുന്നു? നാരദ രാഘവ സംവാദത്തിൽ നാരദനോട് ഭഗവാൻ പറയുമ്പോൾ പറയും, ഞാൻ സത്യമൊന്നും മറന്നിട്ടില്ല, നാളെ തന്നെ കാട്ടിലേക്ക് പോകും, പിന്നെ 14 വത്സരം. അവിടാണ് ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. ഇതൊക്കെ ഭഗവാന്റെ സങ്കല്പമാണ്. 14 കൊല്ലം. മറ്റൊരു പ്രത്യേകത, 14 വർഷം ഊണും ഉറക്കവും ഇല്ലാതെ കഴിയുന്ന ഒരാളിന് മാത്രമേ ഇന്ദ്രജിത്തിനെ, മേഘനാഥനെ വധിക്കാൻ സാധിക്കൂ. ഇങ്ങനെ പല കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 14 ഒരുപാട് സൂചന എന്നർത്ഥം. അപ്പൊ ഏതായാലും അതൊക്കെ പറഞ്ഞ് വലിയ ഒരു ലോകോക്തി എന്ന് പറഞ്ഞാൽ എക്കാലത്തും പ്രസക്തമായ ഉക്തി എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത്, സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ധീരനായി, ഏറ്റം ദയാന്വിതനായി, ഗുണാചാര സംയുക്തനായി, നീതിജ്ഞനായി, നിജദേശികവാക്യസ്ഥിതനായി, സുശീലനായി, ആശയശുദ്ധനായി, വിദ്യാനിരതനായി, ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗം കൊണ്ട് നിന്ദ്യനാകും, സജ്ജന നിന്ദ്യനാകും. എങ്ങനെയുള്ളവനായാൽ? ധീരനായി, പിന്നെ
ഏറ്റവും ദയാന്വിതനായി ഒരുപാട് ദയൊക്കെ ചെയ്ത ആളുകൾക്കൊക്കെ ഒരുപാട് ഇതൊക്കെ ചെയ്ത നല്ലവനാണ്. ഗുണാചാര സംയുക്തനാണ്. ഒരു ദുരാചാരം പോലും ഇല്ല, സദാചാരം മാത്രമേ ഉള്ളൂ. പിന്നെ നീതിജ്ഞനാണ്, ഒരു അനീതിയും പ്രവർത്തിച്ചിട്ടില്ല. നിജദേശിക വാക്യസ്ഥിതനായി, ദേശിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുരു, ഗുരുവിന്റെ വാക്കിൽ നിന്ന് അണുവിട ഇളവാതെ ആ ഉപദേശത്തെയൊക്കെ പാലിക്കുന്നവനാണ്. പിന്നെയോ സുശീലനാണ്, പേര് തന്നെ സുശീലൻ എന്നാണ്. ഗുണം അതില്ലെങ്കിലും ശുദ്ധനായി, ആശയശുദ്ധനായിട്ട്, വിദ്യാനിരതനായിട്ട്, ശിഷ്ടനായുള്ളവനൊക്കെ ആണെങ്കിലും എന്ത് സംഭവിക്കും? ദുഷ്ടസംഗം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും. അതുകൊണ്ട് എന്ത് വേണം? വളരെ സൂക്ഷിക്കണം, അല്ലേ? സായിപ്പ് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, എ മാൻ ഈസ് നോൺ ബൈ ദ കമ്പനി ഹീ കീപ്സ്. എന്താ അർത്ഥം? ഒരാളിൻ്റെ ഗുണദോഷങ്ങൾ അറിയണമെങ്കിൽ അയാളുടെ കൂട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചാൽ മതി. ഭാഗവതത്തിനും നാരായണീയത്തിനും ഒക്കെ പോകുന്ന ആളാണെങ്കിൽ വലിയ കുഴപ്പം പ്രതീക്ഷിക്കണ്ട. അതല്ല രാഷ്ട്രീയത്തിലും മറ്റ് പരിപാടികൾക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഒന്ന് സംശയിക്കണം. അല്ല, ഇവരെല്ലാം നല്ലവരാണെന്ന് അവരെല്ലാം മോശക്കാരാണെന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല പറഞ്ഞത്, എങ്കിലും സ്വാഭാവികമായിട്ട് അതിന് നല്ലൊരു ഉപമ സൂചിപ്പിച്ചത് എന്താണ്? ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ. നമ്മൾ ഒരുപാട് വേദികളിൽ ഉദ്ധരിക്കാറുള്ള ഒരു ഭാഗമാണിത്. ദുർജന സംസർഗം ഏറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന, ബൈ കോൺഷ്യസ് എഫേർട്ട്, ബോധപൂർവമായ ശ്രമം. സത്സംഗത്തിന് ശ്രമിച്ചില്ലെങ്കിലും വേണ്ടുകില്ല, ദുർജന സംസർഗം ഒഴിവാക്കാൻ ബോധപൂർവം ശ്രമിക്കണം. എന്തോ ഈ ദുർജന സംസർഗം എന്ന് പറഞ്ഞാൽ കള്ളന്മാരും കാട്ടാളന്മാരും പീഡനക്കാരും എന്നൊന്നും അല്ല അർത്ഥം. പിന്നെന്താണ്? സദാസമയവും ഭൗതിക ചിന്ത മാത്രം ചെയ്ത് അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ച് ഭഗവത് ചിന്തയെ അകറ്റിക്കൊണ്ടിരിക്കുന്നവർ എന്നർത്ഥം. കുട്ടികളുടെ കാര്യവും രാഷ്ട്രീയത്തിൻ്റെ കാര്യവും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയുടെ കാര്യവും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ കാര്യവും അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ പേപ്പറിൽ അന്ന് വന്ന പീഡനങ്ങളുടെ ലിസ്റ്റും അതിൻ്റെ അനാട്ടമി മുഴുവനും അതിൽ മാത്രം ശ്രദ്ധിക്കുന്നവരെയാണ് ദുർജനങ്ങൾ എന്ന് പറഞ്ഞത്. അല്ലാതെ കള്ളനും കൊള്ളക്കാരനും എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഭഗവത് ചിന്ത ഇല്ലാതെ ശ്രേയസ്കരമായ മാർഗത്തിലേക്ക് മനസ്സ് പോവാതെ വേണ്ടാത്തതിൽ മാത്രം ഭൗതിക കാര്യങ്ങളിൽ മാത്രം ചിന്തിക്കുന്നവൻ. ഭഗവത്തില് ഭാഗ്യവാൻ ആരാണ്, സമ്പന്നരാണ് ആരാണ്, ദരിദ്രരാണ് ആരാണ് എന്നൊക്കെ പറയുമ്പോൾ സൂചിപ്പിക്കും. ദരിദ്രൻ ആരാണ്? എല്ലാം ഉണ്ടെങ്കിലും സന്തോഷമില്ലാത്തവൻ. ഒന്നുമില്ലെങ്കിലും സന്തോഷിക്കുന്നവൻ സമ്പന്നൻ. ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവത് ചിന്ത എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവൻ ഭാഗ്യവാൻ. ഇങ്ങനെയൊക്കെയാണ് അതിലെ നിർവചനങ്ങളെ. നമ്മുടെ ഡിക്ഷണറിയിലുള്ള നിർവചനങ്ങളല്ല ഭഗവാന്റെ നിഘണ്ടുവിൽ. അപ്പൊ ദുർജന സംസർഗം ഏറ്റമകലവേ വർജിക്ക വേണം. എങ്ങനെ? പ്രയത്നേന. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു, വേണ്ടാത്ത ഇങ്ങനെ കഥകളൊക്കെ പറയുന്നവരാരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ടീപ്പോയിലിരിക്കുന്ന രാമായണമോ ഭഗവത്ഗീതയോ മാതൃവാണിയോ പ്രബുദ്ധ കേരളമോ ഒക്കെ എടുത്തു വെച്ച് വായിക്കാൻ തുടങ്ങുന്നത്.